മോർണിംഗ്, വെൽക്കം ടു ഡോക്ടേഴ്സ് ടോക്ക്. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിലെ വിഷയം വളരെ കോമൺ ആയിട്ടൊരു വിഷയമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഒരാൾ പോലും ഉണ്ടാവില്ല ഈ വിഷയം എന്താണ് എന്നൊരിക്കലെങ്കിലും അനുഭവിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ. തലവേദന നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കുറേയധികം ആൾക്കാർ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കലോ ഒക്കെ ഇത് അനുഭവിച്ചറിയുന്നവരാകാം. അത്രയും കോമൺ ആയിട്ട് കാണുന്ന, അത്ര സാധാരണയായി നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഈ തലവേദന എന്ന് പറയുന്നത്. സാധനമെന്ന് പറയാൻ കാര്യമുണ്ട്, അതൊരു അസുഖമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പല അസുഖങ്ങളുടെയും ഒരു സിംറ്റമായി ആവാം, അല്ലെങ്കിൽ ഒരു അസുഖം തന്നെ ആവാം. ഏതായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനായിട്ട്, അതോടൊപ്പം തന്നെ തലവേദനയുടെ ചികിത്സാ സാധ്യതകൾ ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര ശാഖയിൽ എന്താണ് ഉള്ളത് എന്ന് പറയാനായിട്ട് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ രാഖാൽ. അദ്ദേഹം എയിംസ് ഹോമിയോപ്പതിയിലെ കൺസൾട്ടൻ്റാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ രാഖാൽ. ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, തലവേദനയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതെ, അത് വേണമെങ്കിൽ ഒരു അസുഖമാവാം, അല്ലെങ്കിൽ അതൊരു അസുഖത്തിൽ പല അസുഖങ്ങളുടെ സിംറ്റം ആവാം. അപ്പോൾ ഏതായാലും തലവേദന എന്താണെന്ന് ചുരുക്കി ലളിതമായി പറഞ്ഞു നോക്കാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വളരെ സുലഭമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു രോഗം അല്ലെങ്കിൽ രോഗലക്ഷണമാവാം തലവേദന. തലവേദന എങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം നമ്മുടെ ബോഡി മൊത്തത്തിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ മൊത്തത്തിൽ പരിപാലിക്കുന്നതും രണ്ട് സിസ്റ്റത്തിൻ്റെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഒന്ന് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം, മറ്റൊന്ന് നമ്മുടെ നാഡി വ്യൂഹം. ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും വളരെ പരമപ്രധാനമായ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലാണ്. അപ്പോൾ വളരെ പ്രധാനമായ ഈ മസ്തിഷ്കം അതിൻ്റെ പ്രവർത്തനത്തെ പരിപാലിക്കാനായിട്ട്, അതിന് വേണ്ട പരിരക്ഷണങ്ങൾ നൽകാനായിട്ട് ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മുടെ മസ്തിഷ്കത്തിന് ചുറ്റും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കട്ടിയുള്ള കപാലം, അതിനുള്ളിൽ 3 പാളി സ്ഥലം മെനിഞ്ചസ് എന്ന് പറയും. പിന്നെ ഈ മസ്തിഷ്കത്തിലേക്ക് അതിനെ ന്യൂട്രീഷൻ എത്തിക്കുന്ന ബ്ലഡ് വെസൽസ്. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5ാമത്തെ ക്രേനിയൽ നെർവായ ട്രൈജമിനൽ നെർവ് ഇതിനൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് അതിനൊക്കെ സചേതനമാക്കുന്നു. സോ സംവേദനശേഷിയുള്ള ഒരു സ്ട്രക്ചേഴ്സാണ് ഈ പറഞ്ഞതൊക്കെ. സോ നമ്മുടെ ഈ ബ്രെയിനിന് ചുറ്റുമുള്ള ഈ സ്ട്രക്ചേഴ്സ് വളരെ എന്താ പറയുക, സന്തുലിതമായ ഒരു അവസ്ഥയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അഡിക്വേറ്റ് പ്രഷർ അതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഘടന കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള രക്തപ്രവാഹം അതിൽ. ഈ സന്തുലിതാവസ്ഥയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം തെറ്റുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സംവേദനശേഷിയുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഇറിറ്റേറ്റ് ആയിട്ട് അത് പല വഴിക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ ട്രൈജമിനൽ നെർവ് വഴി ഇറിറ്റേറ്റ് ആയി ആ ഇറിറ്റേഷൻ നമ്മൾ പെയിനായിട്ട് പെർസീവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് തലവേദന ഉണ്ടാകുന്നത്. തലവേദനയുടെ ശാസ്ത്രം അതാണ്. ഓക്കെ. ഇപ്പോൾ ഈ തലവേദന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ചികിത്സാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സിംറ്റം ഒരു പക്ഷേ തലവേദനയായിരിക്കും. ഇത്രയും കോമൺ ആയിട്ട് വരുന്ന ഈ തലവേദന, അതിൽ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ എന്ന് പറയുന്ന സാധനം, അതായത് ഒരു മനുഷ്യനെ വേണമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ പ്രവൃത്തി ദിവസം വേണമെങ്കിൽ കളയാവുന്ന വിധത്തിൽ സിവിയർ ആയിട്ട് വരാവുന്ന മൈഗ്രെയിൻ, അതിനെക്കുറിച്ചുകൂടെ നമുക്കത് പറയാം. മൈഗ്രെയിൻ എന്താണെന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മൾ തലവേദന മൊത്തത്തിൽ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒരു കാരണത്തോടു കൂടി ഒരു രോഗത്തിൻ്റെ ലക്ഷണമായി വരുന്ന സെക്കൻഡറി ഹെഡേക്സ്, അതുപോലെ തന്നെ മൈഗ്രെയിൻ ബൈ ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ വെച്ചാൽ ദ ഹെഡേക്ക് ബൈ ഇറ്റ്സെൽഫ് ഈസ് എ ഡിസീസ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തലവേദനകളെ പ്രൈമറി ഹെഡേക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി ഹെഡേക്സിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ഹെഡേക്കാണ് നമ്മൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, വളരെ സുലഭമായിട്ട് വളരെ ക്രോണിക്കായിട്ട് നിലനിൽക്കുന്ന ന്യൂറോളജിക്കൽ ഡിസീസാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പല സീരിയലിലും കാണുന്ന പോലെ, മെഗാ സീരിയലിൽ കാണുന്ന പോലെ എന്താ പറയുക, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഹൃദയങ്ങളെ കവർന്നിരിക്കുന്ന ഒരു രോഗം പോലെയാണ് നമ്മളെ, ഒരു ടെലിഫിലിം പോലെയാണ് നമ്മൾ ഈ മൈഗ്രെയിൻ എപ്പിസോഡിക്കായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പല എപ്പിസോഡുകളും, വരുന്ന എപ്പിസോഡുകളിലൊക്കെ അതിൻ്റേതായ വികാര ലക്ഷണങ്ങളൊക്കെ പുതിയ പുതുമയും എല്ലാം ചേർത്ത് നമ്മുടെ മനം കവരുന്ന പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ബ്രെയിൻസാണ് ഈ മൈഗ്രെയിൻ എഫക്റ്റ് ചെയ്യുന്നത്. വളരെ ലോലമായ ഹൃദയങ്ങൾ. അപ്പോൾ ഈ ലോലമായ ഹൃദയങ്ങളിൽ വളരെ നമ്മുടെ പുറത്തുള്ള നമ്മൾക്ക് യാതൊരു ഉപദ്രവവും നോർമലി ചെയ്യാത്ത എല്ലാ സ്റ്റിമുലസും ഉണ്ട്. ലൈറ്റ്, അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡേഴ്സ്, അല്ലെ ശബ്ദം, അല്ലെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ. സോ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം ഈ സ്റ്റിമുലസൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ട്രൈജമിനോ വാസ്കുലർ സിസ്റ്റം ഇറിറ്റേറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു തരം ന്യൂറോ വാസ്കുലർ ഡിസീസാണ് മൈഗ്രെയിൻ. ഓക്കെ. ഈ തലവേദനകൾ സിംറ്റം ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തലവേദന ഒരു അസുഖം തന്നെ ആവാമെന്ന് പറഞ്ഞില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് തലവേദനകൾ വരാം? സാധാരണ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. അതെ, നമ്മളിപ്പോൾ തലവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു 300ഓളം ഡിസീസസിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് നമുക്ക് തലവേദന ഉണ്ടാവാം. തലയിലെ ഒരു കപാലത്തിൽ ബാധിക്കുന്ന ഒരു പരു മുതൽ നമ്മുടെ തലച്ചോറ് ബാധിക്കുന്ന മാരകമായ മുഴകൾ വരെ തലവേദനയായിട്ട് പരിണമിക്കാം.
ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന സെക്കൻഡ് ഹെഡേക്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്രെയിൻ ട്യൂമറാണ്. ബ്രെയിൻ ട്യൂമർ അത്രയും കോമൺ അല്ല, എന്നിരുന്നാലും നമുക്ക് തലവേദന ഒരു ഇനീഷ്യൽ സിംറ്റമായി മാറാവുന്ന ഒരു രോഗാവസ്ഥയാണ് പിന്നെ ബ്രെയിൻ ട്യൂമർ. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണം നമ്മൾ ഈ പ്രഷർ കൂടിയിട്ട് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ വികസിച്ച് ബെറി അന്യൂറിസം പോലെ ഉണ്ടായിട്ട് നമ്മൾ വേറൊരു ഇമോഷണൽ സർജറി ഇത് പൊട്ടി ഈ രക്തസ്രാവം കാണാം. സബ് അരക്കിനോട് ഹെമറേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ സിവിയറായിട്ട് മാരകമായിട്ടുള്ള സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ സബ് അരക്കിനോട് ഹെമറേജ് പോലുള്ളൊരു അവസ്ഥ വന്നിട്ട് നമുക്ക് തലവേദന ഉണ്ടാകാം. അത് വളരെ ക്രിട്ടിക്കലാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വയസ്സാം കാലത്ത് 50 വയസ്സ് കഴിഞ്ഞ് മുതിർന്നവർക്കുണ്ടാകുന്നൊരു ടെമ്പോറൽ ആർട്ടറൈറ്റിസ്, നമ്മുടെ ഈ പിന്നെ ടെമ്പിൾസിലൂടെ പോകുന്നൊരു ആർട്ടറിക്ക് ഇൻഫ്ലമേഷൻ വന്ന് നീർവീഴ്ച വന്നിട്ട് അത് കാരണം നമ്മൾക്കൊരു സിവിയറായിട്ട് തലവേദന ഉണ്ടാകും. വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന സെക്കൻഡ് ഹെഡേക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഏതൊരു സിസ്റ്റമിക് ഇൽനെസ്സിനും ആദ്യത്തെ പ്രാരംഭ ലക്ഷണം തലവേദനയാവാം. അതെ, പിന്നെ മാർഗമായ ക്ഷതങ്ങൾ, ഏതെങ്കിലും ഒരു ക്ഷതം അല്ലെ ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തലവേദന ഉണ്ടാകും. സോ ഇതൊക്കെയാണ് നമ്മൾ വളരെ സാധാരണമായിട്ട് കാണുന്ന ഈ മൈഗ്രെയിനിൻ്റെ ഒരു കാരണം പറഞ്ഞല്ലോ, എങ്ങനെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഈ മൈഗ്രെയിൻ ഇങ്ങനെ എപ്പിസോഡിക് ആയിട്ട് വരുമെന്ന് പറഞ്ഞു. സാധാരണ നമുക്ക് എല്ലാവർക്കും തലവേദന വരുന്നതാണ്, പക്ഷേ ഒരു പ്രാവശ്യം വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞായിരിക്കും പിന്നെ ഒരു കാരണം വരുമ്പോൾ തലവേദന വരുന്നത്. പക്ഷേ മൈഗ്രെയിൻ അങ്ങനെയല്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പീരിയോഡിക് ആയിട്ട്. എന്താ അതിന് കാരണം? പീരിയോഡിക്കായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു, ഇത് ഹൈപ്പർ എക്സൈറ്റബിൾ ബ്രെയിൻസിനാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ളെയാണ് ഈ കൂടുതലായിട്ട് ബാധിക്കുന്നത്. നമ്മൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റിമുലസ് വളരെ കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സാധാരണ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾക്ക് ഈ പിന്നെ മൈഗ്രെയിൻ എന്നുള്ള തലവേദന വരുന്നത്. ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ, നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളെ നമ്മൾ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയും. ട്രിഗേഴ്സ് എന്ന് പറയും പലതാവാം. ആ ട്രിഗേഴ്സ് ഓരോ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് മാറി വരാം. ഇപ്പോൾ മൈഗ്രെയിൻ ബാധിച്ച 2-3 ആൾക്കാർക്ക് ഒരേ ട്രിഗേഴ്സ് ആവണമെന്നില്ല, വ്യത്യസ്തമായ അവസ്ഥകളാണ് അവർക്ക് തലവേദന വരുന്നത്. സോ ഈ ട്രിഗേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫിസിയോളജിക്കലായിട്ടുള്ള ട്രിഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ അമിതമായ വിശപ്പ് നമുക്ക് കൂടുതലായിട്ട് വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, നമ്മൾ മീൽസ് സ്കിപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു ട്രിഗറാണ്. അമിതമായി ഭക്ഷണം കഴിച്ചാൽ അതൊരു ട്രിഗറാണ്. അല്ലെ പിന്നെ നമ്മൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിയോളജിക്കലായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺ ഓറിയൻറ്റഡ് ആണ് ഈ തലവേദന. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൂടുതലായിട്ട് കാണുന്ന സ്ത്രീകളെയാണ്. ഓക്കെ. അപ്പോൾ സ്ത്രീകൾ ആർത്തവത്തോടനുബന്ധിച്ച്, ആർത്തവത്തിന് മുന്നെയോ എല്ലാ ആർത്തവം നടന്നുകൊണ്ടിരിക്കുമ്പോഴോ എല്ലാ ആർത്തവത്തിന് ശേഷമോ നമുക്ക് ഈ തലവേദന വളരെ കൂടുതലായിട്ട് കാണും. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ആദ്യത്തെ ഈ ഇനീഷ്യൽ ട്രൈമിസ്റ്ററിൽ വളരെ ശക്തിയായിട്ട് തലവേദന ഉണ്ടാകും. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രൈമിസ്റ്ററിൽ ഇത് കാണാതിരിക്കാം. അതോടെ ഈ പ്രഗ്നൻസിയോടെ ഇല്ലാതെയോ ആവാം ഈ തലവേദന. അതുപോലെ തന്നെ ഈ മെനോപോസ്, ഈ ആർത്തവം പൂർണ്ണമായിട്ട് ആർത്തവ വിരാമ സമയത്ത് വളരെ കൂടുതലായിട്ട് പേഷ്യൻസിന്, സ്ത്രീകളെ ഇത് ബാധിക്കാം. സോ ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ ട്രിഗേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഉറക്കം, അമിതമായി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു തലവേദനയ്ക്ക് കാരണമാവാം, മൈഗ്രെയിൻ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഉറക്കം നമ്മൾക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണത്തിൽ നമുക്ക് കൃത്യമായി ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതും നമുക്ക് തലവേദന ഉണ്ടാക്കാം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ചില ഭക്ഷണങ്ങൾ, എല്ലാവർക്കും വൺ മാൻസ് ഫുഡ് ഈസ് അനദർ മാൻസ് പോയിസൺ, വി സേ കോമൺലി. സോ അത് പറഞ്ഞ പോലെ നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിച്ചാൽ ചിലവർക്ക് ഹെഡേക്ക് ഉണ്ടാവാം. ചോക്ലേറ്റ് ഇല്ലെന്ന് വെച്ചാൽ അമിതമായി കാപ്പി കുടിച്ചാൽ, അമിതമായി കുടിക്കേണ്ട, കാപ്പി കുടിച്ചാൽ തന്നെ ഉണ്ടാവാം. ആൽക്കഹോൾ, ഇതൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു ട്രിഗറാണ്. പിന്നെ നമ്മൾ അന്തരീക്ഷത്തിലുള്ള പല വ്യതിയാനങ്ങളും ട്രിഗറായി മാറാം. ഫോർ എക്സാമ്പിൾ പൊരിവെയിലത്ത്, നല്ലൊരു വെയിലത്ത് നമ്മൾ നടക്കുകയാണ്, സൺ ഹെഡ് വളരെ കോമൺ ആയിട്ട് ആൾക്കാരെ, അതായത് മൈഗ്രെയിൻ ബാധിക്കുന്ന ഒരു 90% ആൾക്കാർക്കും ഈ തലവേദന കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ വെയിൽ. കാരണം വെയിൽ എന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒന്നാമത് ഡീഹൈഡ്രേഷൻ വരാം, നമ്മുടെ ശരീരത്തിലെ ഒരുപാട് വാട്ടർ സ്വെറ്റ് വഴി പോകാം. അപ്പോൾ അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ, നമ്മൾ വെള്ളം കുടിച്ച് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് തലവേദന വരുന്നത്. ഈ മൈഗ്രെയിൻ ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ട്രിഗേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ട്രിഗേഴ്സിന് എനിക്ക് തോന്നുന്നു മൈഗ്രെയിൻ്റെ ആ ഒരു ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ട്രിഗേഴ്സ് കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിനെ കുറേയൊക്കെ തടഞ്ഞു നിർത്താനും. തീർച്ചയായും. ഈ ആഹാരം, ഉറക്കം, അതുപോലെ ലൈറ്റ്, സൗണ്ട്, ഇതെല്ലാം പറഞ്ഞല്ലോ. മൈഗ്രെയിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു പേഷ്യൻ്റ്? വളരെ നന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് സാഹചര്യത്തിലാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. സോ നമ്മൾ സ്വന്തമായിട്ട് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾക്ക് ഈ തലവേദന വരുന്നതെന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ആക്ടിവേറ്റഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ട്രിഗേഴ്സ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു പ്രാരംഭമായ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ഏത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും, പക്ഷേ നമ്മൾ ഏതെങ്കിലും സമയത്ത് വെൻ വി ആർ എക്സ്പോസ് ടു ദീസ് ട്രിഗേഴ്സ്, ഓട്ടോമാറ്റിക്കലി ട്രിഗേഴ്സ്
ദ ഹെഡേക്ക്, ദ മൈഗ്രെയിൻ. സോ പരമാവധി നമ്മൾക്ക് ഒഴിവാക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അധിക കാലം നമ്മൾ ഈ തലവേദന വെച്ചുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ക്രോണിക്കായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വളരെ കാലം തുടക്കത്തിൽ തന്നെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ മൈഗ്രെയിൻ ഉള്ളത്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണിക്കലി നമ്മൾ സമയം എടുത്തുകൊണ്ട് അത് വളരെ മാറാൻ പറ്റാത്ത ഒരു ശരിക്കും ഒരു തലവേദന ആയി മാറും. ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് ഗെറ്റഡ് ആവാത്ത രീതിയിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാര്യക്ഷമമായ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു തലവേദനയായി മാറും മൈഗ്രെയിൻ. മൈഗ്രെയിൻ മറ്റ് തലവേദനകളിൽ നിന്നും പിന്നെ നമ്മൾ വ്യത്യസ്തരാക്കുന്ന ഒരു വലിയൊരു പ്രത്യേകമായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹുമുഖ പ്രതിഭയാണ് മൈഗ്രെയിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എഫക്ട് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പല രീതിയിൽ പല വേഷങ്ങളാണ് ഇദ്ദേഹം വരിക. സോ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വളരെ നേരത്തെ ഇത് കണ്ടുപിടിച്ച് നമ്മളിതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ നേരത്തെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ തലവേദന എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് അതുപോലെ കോമൺ ആണ്. തലവേദനകളിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു തലവേദനയാണ് മൈഗ്രെയിൻ. ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? സാധാരണ വരുന്ന തലവേദന ഏതാണ്, മൈഗ്രെയിൻ ഏതാണെന്ന് ഒരാളെങ്ങനെ തിരിച്ചറിയും? വളരെ നല്ലത്. നമ്മൾ മൈഗ്രെയിൻ്റെ വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡിക്കായിട്ട് വരിക. ഞാൻ പറഞ്ഞു ഓരോ ഘട്ടഘട്ടങ്ങളായിട്ട് ഡിഫറെൻറ്റ് രീതിയിൽ വരിക. ഈ തലവേദന വരികയാണെങ്കിൽ അതിതീവ്രമായിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ ആയിട്ടോ അല്ലെങ്കിൽ ഹൈലി സിവിയർ ആയിട്ടോ ഒരു തലവേദന വരിക. വന്ന തലവേദന 4 മണിക്കൂർ മുതൽ 3 ദിവസം വരെ അതെ നീണ്ടു നിൽക്കാം. പിന്നെ ഈ തലവേദനയോടനുബന്ധിച്ച് നമ്മൾക്ക് ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഈ തലവേദന കോമൺലി കാണുന്നത്. ഒരു 2 ഭാഗത്തെയും എഫക്റ്റ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും വളരെ കോമൺലി ഒരു ഭാഗത്തെ മാത്രം, കപാലത്തിൻ്റെ ഒരു ഭാഗത്തിൽ മാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന ത്രോബിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിട്ടാണ് നമ്മൾ സാധാരണ ഈ മൈഗ്രെയിൻ കാണാറുള്ളത്. അതുപോലെ തന്നെ ഈ മൈഗ്രെയിൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഓക്കാനമോ ഛർദിയോ എപ്പോഴും അസോസിയേറ്റ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വിവക്ഷിക്കാൻ പറ്റാത്ത രീതിയിലൊരു പ്രകാശഭീതി, ഇതുവരെയുള്ള അസാധാരണമായ ഒരു പ്രകാശഭീതി, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഫോണോഫോബിയ, ശബ്ദം കേൾക്കുമ്പോഴേക്കും അസഹനീയമായ രീതിയിൽ തലവേദന ഉണ്ടായി മാറുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയോ ഇല്ലെന്ന് വെച്ചാൽ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാതിരിക്കുക. ആ രീതിയിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായി തളർത്തുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ ഈ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഈ മൈഗ്രെയിൻ ആണ് എന്ന് ഇപ്പോൾ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചോളൂ. ഒരാൾക്ക് മൈഗ്രെയിൻ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യേണ്ടത് എന്താ? പിന്നെ ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. ആ ഡോക്ടർക്ക് പിന്നെ ചെയ്യാനുള്ളത് എന്താ? അതെ, നമ്മൾ വളരെ നല്ലത്. കാരണം നമ്മൾ ഈ മൈഗ്രെയിൻ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ CTO അല്ലെങ്കിൽ MRI പോലുള്ള സ്കാനിങ്ങോ കാര്യങ്ങളോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ക്ലിനിക്കൽ ഒരു എക്സാമിനേഷനും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെ വളരെ എളുപ്പത്തിൽ രോഗനിർണ്ണയം ചെയ്യാൻ പറ്റാവുന്ന ഒരു രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ. അപ്പോൾ ഈ മൈഗ്രെയിൻ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന സിംറ്റം ഞാൻ നേരത്തെ പറഞ്ഞു പല വേഷത്തിൽ വരാവുന്നതുകൊണ്ട് ഓരോ എപ്പിസോഡിലും വെവ്വേറെ രീതികളിലാണ് നമ്മൾക്ക് ഈ തലവേദന അനുഭവപ്പെടുന്നതും വെവ്വേറെ ട്രിഗേഴ്സാണ് നമ്മൾ ഇതിനെ ട്രിഗർ അപ്പ് ചെയ്യുന്നത്. സോ ഒരു മൈഗ്രെയിൻ ഡയറി നമ്മൾ ആദ്യം കീപ്പപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മൈഗ്രെയിൻ ഡയറി, ഒരു ഹെഡേക്ക് ഡയറി നമ്മുടെ കയ്യിലെടുക്കുക. എന്ന് മുതലാണ് നമുക്ക് തുടങ്ങിയത്, ഏത് രീതിയിലാണത്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് വന്നത്, ഏതൊക്കെ ദിവസങ്ങളിലാണ് വന്നത്, ഈ വന്ന ദിവസങ്ങളിൽ എത്ര നേരം ഇത് നീണ്ടു നിന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു, നമ്മൾ ഇരുട്ടുമുറിയിൽ പോയി കിടന്നുറങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരു ആശ്വാസം വന്നായിരുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ട്രിഗർ അപ്പ് ചെയ്തായിരുന്നു, അല്ല പിന്നെ അസാധാരണമായ രീതിയിൽ വേറെ എന്തെങ്കിലും ഓറ പോലുള്ളൊരു നമ്മളിപ്പോൾ മൈഗ്രെയിൻ എടുക്കുമ്പോഴേക്കും മൈഗ്രെയിൻ 2 രീതിയിലുണ്ട്. വളരെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുണ്ട്. പക്ഷേ ഇന്നതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് 2 രീതിയിലാണ്. നമ്മളതിന് കോമൺ മൈഗ്രെയിൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് 2 രീതിയിൽ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗലക്ഷണം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴേക്കും ഇത് ഘട്ടം ഘട്ടമായിട്ടാണ്, ഫേസിക്കായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ആദ്യം ഒരു പ്രോഡ്രോം ഉണ്ടാവും. നമ്മൾ തലവേദന വരുന്നതിനും ഒരു 2-3 ദിവസം മുന്നേ തന്നെ ഒരു ഡിപ്രഷൻ, മാനസികമായിട്ട് വളരെ തളർച്ച, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉന്മാദം, യൂഫോറിയ, അല്ലെങ്കിൽ ശരീരം മൊത്തം ഒരു പനി വരുന്ന പോലെ പിന്നെ വേദന കാരണം ഒരു തളർച്ച. സോ ഇങ്ങനെ പ്രോഡ്രോമായിട്ട് 2 ദിവസം മുന്നേ വരാം. അത് കഴിഞ്ഞൊരു ഓറ ഫേസ് ഉണ്ട്. ഓറ ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തലവേദന വരുന്നതെന്ന് നമ്മൾക്കൊരു വാർണിംഗ് സൈനോട് കൂടി അപ്രതീക്ഷിതമായി അസാധാരണമായ പല അനുഭവങ്ങളും നമ്മൾക്കുണ്ടാകുക. നമ്മുടെ കണ്ണിന് മുന്നിൽ കുറേ ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഇങ്ങനെ മാറി മാറി മിന്നി മറയുക. നമ്മൾ കാണുന്ന ഒരു ദൃശ്യം തന്നെ നമ്മുടെ കണ്ണിൽ പാതി മാത്രം കാണുക, പാതി കാണാതിരിക്കുക, ഹെമിയാനോപ്പിയ, അല്ലെങ്കിൽ സ്കോട്ടോമ, ഒരു ഭാഗം മാത്രം സെൻട്രൽ, നമ്മൾ കാണുന്നതിൻ്റെ കാഴ്ചയുടെ ഒരു ഭാഗം സെൻട്രൽ ആയിട്ടുള്ള ഏരിയ മാത്രം കാണാതിരിക്കുക. സോ ഇങ്ങനെ പല രീതിയിലുള്ള അനുഭവങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇരിഞ്ഞു കയറുന്നതായിട്ട് നമുക്ക് എന്തോ തോന്നുക, അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റിക്സ് വെച്ച് നമ്മൾ കുത്തുന്നതായിട്ട് തോന്നുക, അസാധാരണമായിട്ട് അവിടെ ഇവിടെയും ട്വിച്ചിങ് ഉണ്ടാവുക. സോ ഇതൊക്കെ ഈ തലവേദനയ്ക്ക് മുന്നേ തലവേദന വരുന്നതായിട്ട് അറിയിപ്പ് തന്നുകൊണ്ട് വരുന്ന ഓറ, ഇതിന് ഓറ എന്ന് പറയും. സോ ഓറ ഉള്ള എല്ലാ ഓറ വന്നിട്ടാണ് മൈഗ്രെയിൻ വരുന്നത്. നമ്മളതിന് ക്ലാസിക്കൽ മൈഗ്രെയിൻ വരുന്നു. ഓറ ഇല്ലാതെയും മൈഗ്രെയിൻ വരാം. അങ്ങനെയുള്ള മൈഗ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം തലവേദന വേണം എന്നില്ല, 2 ഭാഗത്തും ഉണ്ടാവും. ക്ലാസിക്കൽ മൈഗ്രെയിനിൽ ക്ലാസിക്കലായിട്ട് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കോമണിൽ നമുക്ക് 2 ഭാഗത്തും വരാം. ഇത് വന്നു കഴിഞ്ഞാൽ പെയിനാണ് സിവിയറായിട്ട്. നമ്മൾ നേരത്തെ പെയിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പോസ്റ്റ്ഡ്രോം എന്നുള്ളൊരു പീരീഡ് ഉണ്ട്.
അത് തലവേദന വന്നിട്ട് ഒരു 2-3 ദിവസത്തേക്ക് നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കാൽപ്പ് നമ്മൾ തൊടുമ്പോഴേക്കും വളരെ ഒരു ടെൻഡർനെസ് തോന്നുക, കിടക്കാൻ പറ്റാതിരിക്കുക, ഒന്നിനും നമ്മൾക്ക് മൈൻഡ് കൂടുതലായിട്ട് നമ്മൾ കാര്യക്ഷമമായിട്ട് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റാതിരിക്കുക. സോ ഈ രീതിയിലുള്ള ഒരു പോസ്ഡ്രോം ഉണ്ടാകും. സോ ഈ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് എല്ലാ സ്റ്റെപ്സും ഉണ്ടായിരുന്നു, ഈ സിംറ്റംസ് ഏതൊക്കെ സിംറ്റംസാണ് ഉണ്ടായിരുന്നത്, പോസ്ഡ്രോം എങ്ങനെയൊക്കെയായിരുന്നു, സോ എല്ലാം ഈ ഡയറിയിൽ മൈഗ്രെയിൻ ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഡോക്ടറെ കാണുന്നതിന് മുന്നേ നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് നന്നായിട്ട് നമുക്കറിയാം, ഇത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ കാര്യം. ഓക്കെ, ഇപ്പോൾ മൈഗ്രെയിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, മൈഗ്രെയിൻ എന്തുകൊണ്ടുണ്ടാവുന്നു, മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ തിരിച്ചറിയാം, മൈഗ്രെയിൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ വന്നിരിക്കുന്നത് ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖയെ റെപ്രസെൻ്റ് ചെയ്താണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എന്താണ് ഓഫർ ചെയ്യാനുള്ളത്? ഈ മൈഗ്രെയിൻ ഞാൻ പറഞ്ഞു, മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ വേദന ഇല്ലാതാക്കുന്നതിനേക്കാളും നല്ലത് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈഗ്രെയിൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അത് ഏത് സിസ്റ്റമായി കഴിഞ്ഞാലും. തലവേദന വന്നു കഴിഞ്ഞാൽ കൂടുതൽ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പെയിൻ കില്ലേഴ്സ് എടുത്തു കഴിഞ്ഞാലും കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കില്ല, അതിന് വലിയൊരു മാറ്റം വരാനില്ല. അതിന് കൂടുതലായിട്ട് മെഡിക്കേഷൻ കാരണം നമുക്ക് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് സാധാരണ ഫാമിലി ഹിസ്റ്ററിയോട് കൂടിയാണ് മിക്ക മൈഗ്രെയിൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക്, ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് മൈഗ്രെയിൻ വരാം. അവർക്ക് ഈ അബ്ഡോമൽ മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു ഒരു രോഗം കാണാറുണ്ട്. അതായത് ഒരു അബ്ഡോമൽ പെയിൻ ആണ് അവർക്ക് വരുന്നത്, അതുകൊണ്ട് അതിശക്തമായ ഛർദിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനു മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ ഓറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതോടുകൂടിയാണ് ഈ തലവേദന വേണമെന്നില്ല, വയറിലായിരിക്കും എല്ലാ ബുദ്ധിമുട്ടുകളും. സോ അങ്ങനെ അബ്ഡോമൽ മൈഗ്രെയിൻ കുട്ടികളെ കാണാറുണ്ട്. സോ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ വളരെ നേരത്തെ തന്നെ ഒരു ഹോമിയോപ്പതിനെ കാണുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതി എങ്ങനെ ഉപകരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രിഗേഴ്സ് ഒരു ഇൻഡിവിജ്വലിനും വേറെ ചെയ്താണ് കിടക്കുന്നത്. എല്ലാ ട്രിഗേഴ്സും കോമൺ അല്ല എല്ലാ മൈഗ്രെയിൻസിനും. സോ ഇത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ പ്രാധാന്യം. നമ്മൾ ഹോമിയോപ്പതി എന്നുള്ള സിസ്റ്റം ഇൻഡിവിജ്വൽ, നമ്മൾ വ്യക്തിയാധിഷ്ഠിതമായ രോഗലക്ഷണങ്ങളെ ബേസ് ചെയ്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ മൈഗ്രെയിൻ ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് എക്സാമ്പിൾ ഫോർ ഇൻഡിവിജ്വലൈസേഷൻ, ഇൻഡിവിജ്വാലിറ്റി. ഓരോ പേഷ്യൻറ്റിനും വളരെ വ്യത്യസ്ത രീതിയിലാണ് മൈഗ്രെയിൻ അനുഭവപ്പെടുന്നതും വ്യത്യസ്ത തലങ്ങളിലാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതും ഡിഫറെൻറ്റ് സാഹചര്യങ്ങളാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കാപ്പി കുടിച്ചാലുണ്ടാവാം, ചിലവർക്ക് കാപ്പി കുടിച്ചാൽ ആ വേദന പോവാം, ചില ആൾക്കാർക്ക് വളരെ ശക്തമായി തുമ്മലോട് കൂടിയായിരിക്കും ഈ തലവേദന വരുന്നത്, ചില ആൾക്കാർക്ക് നന്നായിട്ട് തുമ്മിക്കഴിഞ്ഞാൽ ആശ്വാസമാണ്, ചില ആൾക്കാർക്ക് ശക്തമായി ഛർദ്ദിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, തലവേദന അതോടെ പോയി. പക്ഷേ ചിലവർക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ വളരെ കൂടി തലവേദനയില്ല. അതുപോലെ തന്നെ തലവേദന വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ട് എന്തെങ്കിലും വരിഞ്ഞ് കെട്ടിക്കഴിഞ്ഞ ഒരു ആശ്വാസം. ചില ആൾക്കാർക്ക് കപാലം തൊടുന്നതേ അബദ്ധമായി പോയി, അത് അപ്പം തന്നെ കൂട്ടിക്കളയും. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് തരത്തിലുള്ള മൊഡാലിറ്റീസോട് കൂടിയാണ് മൈഗ്രെയിൻ വിവിധ വ്യക്തികളെ നമ്മൾ കാണുന്നത്. സോ അത് തന്നെയാണ് ഹോമിയോപ്പതി ഈ കോമൺ ആയിട്ട് നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുമ്പോഴേക്കും വളരെ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ സിംറ്റംസിനെയും മാറ്റി നിർത്തി ഈ വ്യക്തിയെ മറ്റ് മൈഗ്രെയിൻ പേഷ്യൻസിൽ നിന്നും വേർതിരിക്കുന്ന രീതിയിലുള്ള സിംറ്റംസിനെ ബേസ് ചെയ്ത് നമ്മൾ ഹോമിയോപ്പതി കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കതിനെ മാറ്റി നിർത്താവുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് നമുക്ക് ചാടി പിടിച്ച ഒരു 20 വർഷം കൊണ്ടുള്ള മൈഗ്രെയിൻ 2 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ മരുന്ന് കൊടുത്ത് ചെറിയ ഏറ്റക്കുറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിലൂടെ നമ്മൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു നമ്മുടെ ഇപ്പോൾ മൈഗ്രെയിൻ വർഷങ്ങളായിട്ട് വരുന്ന ഒരാളായിരിക്കും, അയാൾ വേറെ എന്തെങ്കിലുമൊക്കെ ചികിത്സകൾ എടുക്കുന്ന ആളായിരിക്കും, ആരും ചികിത്സിക്കാതിരിക്കില്ലല്ലോ. അതെ. അപ്പം വേറെ ചികിത്സാ ശാസ്ത്രങ്ങൾ, അലോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദമോ പോലുള്ള ചികിത്സാ ശാസ്ത്രങ്ങൾ ഓൾറെഡി ഡിപ്പെൻഡ് ചെയ്യുന്ന മരുന്നുകൾ കഴിക്കുന്ന ഒരു രോഗിയാണ് വരുന്നതെങ്കിൽ ആ മരുന്നുകളെല്ലാം നിർത്തിയിട്ടായിരിക്കും നിങ്ങൾ മരുന്ന് കൊടുക്കുന്നത്, അതോ അല്ലാതെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ മരുന്ന് കൊടുക്കും? ഡിപ്പെൻസ്. കാരണം എന്താ വെച്ചാൽ അതിശക്തമായ തലവേദന വന്ന് നമ്മൾക്ക് നേരത്തെ നമ്മുടെ ജീവിത രീതിയുടെ ഗുണമേന്മയെ നഷ്ടപ്പെട്ട ചില രോഗികളുണ്ടാകും. അവരിപ്പോൾ എന്ന് വെച്ചാൽ ഹൈലി സിവിയർ ആയിട്ടുള്ള ട്രെമഡോൾ പോലുള്ള അതിശക്തമായ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇല്ലാതാക്കാൻ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ബീറ്റാ ബ്ലോക്കേഴ്സ് പോലുള്ള മരുന്ന് കഴിക്കുന്ന ആളായിരിക്കും. നമ്മൾ ചാടി പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ അതിശക്തമായ മൈഗ്രെയിൻ ഉള്ളവർക്ക് വളരെ നമ്മുടെ മരുന്ന് കൊടുത്ത് എഫിഷ്യൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന മരുന്ന് ടേപ്പർ ഡൗൺ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, സഹിക്കാൻ പറ്റുന്ന തലവേദനയാണ്, പറയത്തക്ക രീതിയിലുള്ള വലിയൊരു ഒരു ഇൻറ്റൻസിറ്റിയോ കാര്യങ്ങളോ ഇല്ലാതെ ഹെഡേക്ക് ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് അവേ അവിടെ കഴിക്കുന്ന മരുന്നൊക്കെ കട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ മരുന്ന് സ്ട്രെയിറ്റ് അവേ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്.
ഒരു സാഹചര്യം. ഈ ഹോമിയോപ്പതി പൊതുവെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഫക്റ്റായി വരാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറയുന്നത് മൈഗ്രെയിൻ ആപ്ലിക്കബിൾ ആണോ, അതോ അല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? അതൊരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പേഷ്യൻ്റ് ഐ സി. ബിക്കോസ് നമ്മൾ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് പിക്ചർ തരാൻ പറ്റും അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വളരെ നല്ല സിമിലർ മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ എ മന്ത് ഓർ 2 months വിൽ ഗെറ്റ് ദ റിസൾട്ട്. അതർവൈസ് വെച്ചാൽ വളരെ ക്രോണിക് ആയിട്ട് ചിലപ്പോൾ എന്ന് വെച്ചാൽ മരുന്നൊക്കെ കഴിച്ച് അവർക്ക് തന്നെ ഓർമ്മയില്ല. ഈ മൈഗ്രെയിൻ ഡയറി കാര്യങ്ങളില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. അവിടെ തിങ്കിങ് പവർ പോലും ഇതിൽ കോംപ്രമൈസ് ആയിരിക്കും ചിലപ്പോൾ ഈ തലവേദന കാരണം. സോ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു 2-3 മാസം, എന്തായാലും 1-2 മാസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസ് മൈഗ്രെയിൻ എന്ന് പറയുന്ന അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതിയോ അലോപ്പതിയോ ആയുർവേദമോ യുനാനിയോ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ ഇത് വരാതിരിക്കാൻ, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ എപ്പിസോഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നടത്താം. വെരി ഗുഡ്. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതി ഒരു ചിട്ടവട്ടങ്ങളോട് റൊട്ടീനൈസ് ചെയ്യുക. വളരെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എക്സസൈസ്. അത് നമ്മുടെ ഈ ഒരു ജനറേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഡെയിലി എക്സസൈസ് പ്രൊവൈഡഡ് ഓൾ ദീസ് റൊട്ടീനൈസ് യുവർ ലിവിങ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കൺട്രോൾ വരും നമ്മൾ ജീവിതം. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ എക്സൈറ്റബിൾ ബ്രെയിൻ ആയതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ പോലും ഇതിനെ ബാധിക്കും. സോ മാറ്റങ്ങളില്ലാത്തൊരു ജീവിതം നമുക്ക് ഉണ്ടാക്കാം. വലിയൊരു നമ്മൾക്ക് പിന്നെ എന്താ പറയുക ഹൈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഹൈലി ഓയിലി ഫുഡ്, കഫീൻ, സ്റ്റിമുലൻസ്, ആൽക്കഹോൾ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകൃതമായ ജീവിതത്തിലൂടെ നമുക്ക് ഇതിനെ നന്നായിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ മരുന്നും കൂടെ ആകുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. ഓക്കെ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ റഖാൽ, അദ്ദേഹം എയിംസ് ഹോമിയോപ്പതിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. അദ്ദേഹം മൈഗ്രെയിനെക്കുറിച്ചും തലവേദനകളെക്കുറിച്ചുമാണ് ഇവിടെ സംസാരിച്ചത്. തലവേദനകളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. മൈഗ്രെയിൻ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതും ഒരു മനുഷ്യനെ വേണമെങ്കിൽ വളരെ ദോഷകരമായി ബാധിക്കാവുന്നതും ഒരാളുടെ 1, 2, 3 പ്രവൃത്തി ദിവസങ്ങൾ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താവുന്നതുമായ, അതുപോലെ ഡോക്ടർ പറഞ്ഞ ഒരു ആളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെടുത്താവുന്ന വിധത്തിൽ സിവിയറായിട്ട് വരാവുന്ന തലവേദനയായ മൈഗ്രെയിനെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. മൈഗ്രെയിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൈഗ്രെയിൻ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.